ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 3-ാമത്തെ വചനം വായിക്കാം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ പ്രവൃത്തികൾ, അത് എഴുത്തോ, അത് വായനയോ, അത് ഡ്രൈവിങ്ങോ, അത് സ്പോർട്സോ ഗെയിംസോ എന്തുമാവട്ടെ, അതിനെ കൃഷിയാവട്ടെ, ഓഫീസ് വർക്കാവട്ടെ, അതിനെ ദൈവത്തിന് സമർപ്പിക്കുക. അങ്ങനെ നീ ചെയ്താൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ദൈവത്തിൻ്റെ വഴി അറിയാനുള്ള മാർഗമാണിത്. നമുക്കെല്ലാം തോന്നലുകളുണ്ടെന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഒരു മനുഷ്യനെ തൻ്റെ വഴികളെല്ലാം നല്ലതാണെന്ന് തോന്നും, പക്ഷേ അത് ശരിയല്ല. പിന്നെ എന്ത് ചെയ്യണം? ഇനിയാണേലും വൈകിട്ടില്ല. ഞങ്ങളുടെ ഈ സന്ദേശം ജയിലിലൊക്കെ കേൾക്കുന്നുണ്ട് ആളുകൾ. നിന്റെ പ്രവൃത്തികളെ, സ്വപ്നങ്ങളെ, പദ്ധതികളെ, ആഗ്രഹങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ചാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ ലക്ഷ്യം സാധിക്കണമെങ്കിൽ, നിന്റെ സ്വപ്നം പൂവണിയണമെങ്കിൽ, നിന്റെ പ്രതീക്ഷകൾ സാധ്യമാകണമെങ്കിൽ നീ അതിനെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുക ദൈവത്തിന്. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനം മനസ്സിലാക്കുന്നുണ്ട്? ഇന്നൊരു സമർപ്പണത്തിനായിട്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ഈ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സമർപ്പണത്തിനായിട്ട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ, അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, മക്കൾ, കൊച്ചുമക്കൾ, ഇവരെയെല്ലാം ദൈവത്തിൻ്റെ തിരുമുൻപിലേക്ക് സമർപ്പിച്ച് പൗർവിഷ്യൻ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ തോന്നലുകളിൽ യാത്ര ചെയ്യാതെ എല്ലാ സ്വപ്നങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ജീവിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ അവിടുത്തെ മക്കളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഗാഡ് ബ്ലെസ് യു.